താങ്ക് യു. ലിസ്റ്റിന് തുടക്കത്തിൽ തന്നെ ഇതിലൊരു ദുരൂഹത ഉണ്ടായിരുന്നു. അത് പോസ്റ്റർ ആദ്യം ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേര് വെക്കില്ല, അടുത്ത പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേരില്ല, പിന്നീട് പോസ്റ്റർ ഇറങ്ങുമ്പോൾ ഡയറക്ടറിന്റെ പേര് വരും. ഇങ്ങനെ ഒരു ഭയങ്കര ദുരൂഹത നിറഞ്ഞു ഈ സിനിമയ്ക്ക്. ഇത് ഒരറ്റം വരെ പോയപ്പോൾ ചർച്ചയിലേക്ക് വരെ പോകേണ്ട ഒരു സാഹചര്യം ഡയറക്ടറുമായിട്ട്. അതെന്താണ് അതിന്റെ ഉള്ളിലെ ദുരൂഹത ഡയറക്ടറുമായിട്ട്? ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ച് ഇപ്പോഴാണ് ഞങ്ങൾ മാർക്കറ്റിംഗിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഈ പടത്തിന് എന്തെങ്കിലും, കാരണം ഇതിന്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പോൾ നമുക്കത് മനസ്സിലായി, മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു മാർക്കറ്റിംഗിന്റെ തന്ത്രമായിട്ട് ഞങ്ങൾ ചെയ്തതാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു ചർച്ചയ്ക്ക് വരെ എത്തി, ഒരു ടേബിളിൽ നിന്ന് ചർച്ചയ്ക്ക് വരും. അപ്പൊ ലിസ്റ്റിനത് ഫ്രീ ആക്കി എടുക്കുമ്പോൾ അതിന്റെ കുറച്ചുകൂടെ ആഴത്തിലൊരു ചോദ്യത്തിലേക്ക് പോകാൻ നടത്താം. ഇതൊരു വിഷയങ്ങളായി. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടെ വരെ എത്തുമ്പോഴാണ്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് അതാ പറഞ്ഞേ കംപ്ലീറ്റ് മാർക്കറ്റിംഗിന്റെ ഒരു കാര്യമാണ്. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളും നോക്കി നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോ പിന്നെ ഇനി വേറെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വേണം. യാതൊരു പ്രശ്നവുമില്ല. എല്ലാം ഇപ്പം നമ്മളിപ്പം ഹൈദരാബാദിലായിട്ട് സംസാരിക്കാൻ പറ്റും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. എല്ലാ മനുഷ്യരായിട്ട് അങ്ങനെ ഉണ്ടാവുമല്ലോ. തുടക്കം മുതൽ ഒരു പ്രശ്നമില്ലാതെ പിന്നെ എന്തുകൊണ്ടാണ് ഈ നിർമ്മാതാക്കളുടെ സംഘടന ടേബിളിൽ ചുറ്റി ചർച്ച ഉൾപ്പെടെ നേരിട്ട് ചർച്ചകൾ നടത്തി ഈ പ്രശ്നങ്ങൾ വഷളാവുന്ന നിലയിലേക്ക് പോയി? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറെ ആളുകളെ വിളിച്ച് ചർച്ചയ്ക്ക് ടേബിളിൽ ചുറ്റും വരികയും. അപ്പോൾ താങ്കൾ ഇപ്പോഴും പറയുന്നത് ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയൊരു സിനിമയാണ്, അതിൽ നമുക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഡയറക്ടറിന് ഒരു നിലയിലേക്ക് കാണുന്നില്ല, നമ്മൾ ഒരു പ്രൊമോഷൻ കാണുന്നില്ല, അദ്ദേഹം ഒരു സാധനം ഷെയർ ചെയ്യാൻ കാണുന്നില്ല. അതിലാണ് ദുരൂഹത. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിംഗിന്റെ കാര്യം കൊണ്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പൊ അതൊക്കെ ഇപ്പൊ പല സിനിമകളിലും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പൊ അതൊക്കെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഇപ്പൊ നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചിരുന്നിരിക്കും. അപ്പൊ ഇതുപോലെയുള്ളൊരു കാര്യമാണ്. അത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനത്തെയൊന്നുമില്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല, ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ തെറ്റ് എന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് വളരെ പ്രസ്തുതമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് ദ എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ വരെ ഇതിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം. വേറെ എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ ഞാൻ അലിക്കലി എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിന്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സെക്ടറാണ്. അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാൻ ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ രതീഷ് ബാലകൃഷ്ണൻ മുതൽ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്യുന്ന ആൾക്കാർ മുതൽ പിന്നെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത് ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ, കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇത് കഴിഞ്ഞിട്ട് പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു.
അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എന്റർടൈൻ ആകും എന്നുള്ള വിശ്വാസമുണ്ട്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറെ പേരില്ല. ഇത് നമ്മള് ഇതിന്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം April 2 എന്നുള്ള തീരുമാനിച്ചിരുന്നു. പെട്ടെന്ന് മാറി April 10 അത് മാറി April 15. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളും സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഈ ടീസറിന്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാൻ സാധിച്ചു. അപ്പൊ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ്, സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം, അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ്, അവരുടെ ജോലിയാണ് അവരുടെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. ചാക്കോച്ചന്റെ സിനിമ ഇതിനു മുമ്പുള്ള അദ്ദേഹം ഡയറക്ട് ചെയ്ത് ആ സിനിമയ്ക്ക് ചാക്കോച്ചന്റെ കൂടെ യാത്രയായിരുന്നു അദ്ദേഹം. അദ്ദേഹം അതിൽ നിന്നൊന്നും മാറി നിന്നിട്ടില്ല. ഫുൾ ടൈം ചാക്കോച്ചനോട് ഏത് ഇന്റർവ്യൂവിലാണെങ്കിലും വരും, തിയേറ്ററിന്റെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്കൊരു ഡൗട്ടുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഡയറക്ടർ ചോദിച്ചത്. ഇതില് രതീഷിന്റെ കൂടെ 3ാമത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ എന്നാത്താൻ കേസ്. 2ാമത്തെ സിനിമ ഞാൻ നായകനല്ല, പക്ഷെ അതില് ഞാൻ പോയി അഭിനയിച്ചു. അത് ഞാൻ ₹1 പോലും മേടിക്കാതെയാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമായിട്ടൊരു ബന്ധത്തിന്റെ പുറത്താണ്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമ വൻ പരാജയമായപ്പോൾ പോയി ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിന്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്റർ പുള്ളിയിലുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ അതില് പുള്ളി ലൈം ലൈറ്റിലുണ്ടോ കൂടെ ഉണ്ടോ എന്നതിനപ്പുറം ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും ലിസ്റ്റിനാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. സോ അത് സിനിമ സംസാരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്.